കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മികച്ച ബൈയിങ് മൊമെന്റം കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് ക്യാംസ്. 8.5% ഉയർന്ന് 4650 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 23,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 64.87, ഡിവിഡൻഡ് യിൽഡ് 1.42%. ക്യാംസിന്റെ 52 വീക്ക് ഹൈ 4725, 52 വീക്ക് ലോ 2230. മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയുടെ വളർച്ചയുടെ ബെനിഫിറ്റ് ലഭിക്കുന്ന ഒരു കമ്പനിയാണ് ക്യാംസ് മ്യൂച്വൽ ഫണ്ടുകളുടെ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റായി പ്രവർത്തിക്കുന്നു. മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിലെ രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ് സെഗ്മെന്റിൽ 69% മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു മാർക്കറ്റ് ലീഡർ കമ്പനി കൂടിയാണ്. ഇന്ത്യയിലെ പ്രമുഖ 15 ലാർജസ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ 9 മ്യൂച്വൽ ഫണ്ടുകളുടെയും രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റായി പ്രവർത്തിക്കുന്നത് ക്യാംസ് ആണ്. ഓരോ മാസം കഴിയുന്തോറും ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ബിസിനസ് വളരുന്നതും മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് വളരെ വലിയ തുക എത്തുന്നതിൻ്റെയും ബെനിഫിറ്റാണ് ക്യാംസ് എന്ന സ്റ്റോക്കിന് ലഭിക്കുന്നത്. റീസെൻ്റ്ലി ജൂൺ മാസത്തിൽ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ബിസിനസിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 61 ലക്ഷം കോടിയായി ഉയർന്നിരുന്നു. കൂടാതെ സിപ്പ് അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴി മാർക്കറ്റിലേക്ക് വരുന്ന ഫണ്ട് ഇൻഫ്ലോ 21,262 കോടിയായി ഉയരുകയും ചെയ്തു. മ്യൂച്വൽ ഫണ്ടുകളുടെ രജിസ്ട്രാറായി പ്രവർത്തിക്കുന്നതുകൊണ്ട് കൂടുതൽ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നത് ക്യാംസിൻ്റെ ബിസിനസ്സിനെ ശക്തിപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ്സിലും കമ്പനി വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇൻഷുറൻസ് റിപ്പോസിറ്ററികളുടെ പേയ്മെൻറ്റ് അഗ്രിഗേറ്ററായിട്ടും ക്യാംസ് എന്ന കമ്പനി പ്രവർത്തിക്കുന്നു. കൂടാതെ KYC സർവീസ് ബിസിനസ്സിൽ ക്യാംസ് എന്ന കമ്പനി സെക്കൻഡ് ലാർജസ്റ്റ് പ്ലെയറായി മാറുകയും ചെയ്തു. മ്യൂച്വൽ ഫണ്ട് ബിസിനസ് വരും സമയങ്ങളിലും ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുടെ പശ്ചാത്തലത്തിലാണ് ക്യാംസ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 76% റിട്ടേണും ഇയർ ടിൽ ഡേറ്റിൽ 17% റിട്ടേണും നൽകി. പല അനലിസ്റ്റുകളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകുന്നുണ്ട്. മണി കൺട്രോളിൻ്റെ അനലിസ്റ്റ് പാനലിൽ 3 അനലിസ്റ്റുകളിൽ 2 അനലിസ്റ്റും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതയുമാണ് കൽപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ ക്യാംസിൻ്റെ പ്രോഫിറ്റ് 74 കോടിയിൽ നിന്നും 103 കോടിയിലേക്ക് ഉയരുകയും റവന്യൂ 24.6% വർദ്ധിച്ച് 310 കോടിയായി മാറുകയും ചെയ്തു. ആഗസ്റ്റ് 5-ാം തീയതിയാണ് ക്യാംസിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവരുന്നത്. ഈ ക്വാർട്ടർലി റിസൾട്ടിലും സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. അതേസമയം ക്യാംസിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം അല്ലെങ്കിൽ ക്യാംസിൻ്റെ ബിസിനസ് മോഡലിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന നെഗറ്റീവ് ഫാക്റ്റ് ETF-ലേക്കും ഇൻഡെക്സ് ഫണ്ടുകളിലേക്കും ആളുകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും അതിലേക്ക് മാറുന്നതുമാണ്. ETF, ഇൻഡെക്സ് ഫണ്ട് തുടങ്ങിയവ പാസീവ് മാനേജ്ഡ് ആയതുകൊണ്ട് ക്യാംസ് പോലുള്ള കമ്പനികൾക്ക് ETF-ഉം മ്യൂച്വൽ ഫണ്ടിലേക്കും കൂടുതൽ ആളുകൾ മാറുന്നതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുകയില്ല. ഇത് ക്യാംസിൻ്റെ ബിസിനസ്സിൽ ഒരു റിസ്ക് ഉളവാക്കുന്നുവെന്ന് നവോമയുടെ ബ്രോക്കേജ് ഏജൻസി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ക്യാംസ് 4000 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് വന്നതിന് ശേഷം 4695 എന്ന ലെവലിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. 4000-ൽ ബ്രേക്കൗട്ട് വന്നു. പിന്നീട് 4000 എന്ന ലെവലിന് സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് 4695 അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. പൊസിഷണലി റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നതുകൊണ്ട് സ്റ്റോക്ക് 6000 എന്ന ലെവൽ വരെ ഉയരാൻ സാധ്യതയുണ്ട്. 3500 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഡിക്സൺ ടെക്നോളജി ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2.8% ഉയർന്ന് 11,964 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 71,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 191, 52 വീക്ക് ഹൈ 12,879, 52 വീക്ക് ലോ 4,020. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പെയാണ് ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നത്. ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റായ സ്റ്റോക്ക് 2.8% ഉയർന്നെങ്കിലും ഇന്നത്തെ ദിവസവും ക്വാർട്ടർലി റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റ് ഡിക്സൺ ടെക്നോളജി എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത മികച്ച ക്വാർട്ടർലി റിസൾട്ടാണ് ഡിക്സൺ ടെക്നോളജി കാഴ്ചവെച്ചിരിക്കുന്നത്. കമ്പനിയുടെ പ്രോഫിറ്റ് 108% വർദ്ധിച്ച് 140 കോടിയായി ഉയർന്നു. 108 കോടി രൂപയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. 5,488 കോടി രൂപയുടെ പ്രോഫിറ്റ് 5,488 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് ഡിക്സൺ ടെക്നോളജിയുടെ റവന്യൂ 6,580 കോടിയായി മാറി. മാർജിൻ 4%-ൽ നിന്നും 3.8%-ലേക്ക് ചുരുങ്ങിയെങ്കിലും എബിറ്റ 88% വർദ്ധിച്ചു. 212 കോടി രൂപയുടെ എബിറ്റ പ്രതീക്ഷിച്ചെടുത്ത് 248 കോടി രൂപയുടെ എബിറ്റ കമ്പനി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. മൊബൈൽ ആൻഡ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സെഗ്മെൻറ്റിൽ നിന്നും കമ്പനിയുടെ റവന്യൂവിൽ 189% വർധനവുണ്ടായി. അതേസമയം കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസ് ഡിവിഷനിൽ നിന്നുള്ള റവന്യൂവിൽ 3%-ഓളം ഇടിവുണ്ടാവുകയും ഹോം അപ്ലയൻസ് സെഗ്മെൻറ്റ് 18%-ഓളം വളരുകയും ചെയ്തു. ഡിക്സൺ ടെക്നോളജിയുടെ ROE 27%, ROCE 38.4%.
3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 40%, പ്രോഫിറ്റ് ഗ്രോത്ത് 32%, ROE 23%. പ്രൊമോട്ടേഴ്സിന് 33.24% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. റീസെൻ്റ്ലി FIS അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 17.8 നിന്നും 19.3 ഉയർത്തി. DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 27 നിന്നും 26% കുറയുകയും പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 21.3% തുടരുകയും ചെയ്യുന്നു. 1683 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 489 കോടി രൂപയുടെ കടമാണുള്ളത്. കൂടാതെ ഡിക്സൺ ടെക്നോളജി എന്ന കമ്പനി അഗ്രസീവ് ബിസിനസ് എക്സ്പാൻഷനിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 12,800 റെസിസ്റ്റൻസ് ആണ്. 11,977 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും പ്രീവിയസ് ഹൈ ആയ 12,800 എന്ന ലെവലിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. 13,000 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയും പരിശോധിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്